ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിനെ ദേവതയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഒരു ഡൈനിങ് ടേബിളൂടെ മേടിക്കണം, എന്നാലേ എല്ലാവർക്കും കൂടെ സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലേടെ സുധി. അപ്പം സുധി ചിരിച്ച് കാണിക്കുക കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, കേട്ടല്ലോ അമ്മയെ, കേട്ടല്ലോ മുത്തശ്ശി, അമ്മ പറഞ്ഞത് അച്ഛമ്മയുടെ സന്തോഷമല്ല അമ്മയുടെ സന്തോഷം. അവൾ അങ്ങനെയല്ലേ പറയുള്ളൂ, വിവരം കേട്ടോ അവളല്ലേ, പിന്നെ എങ്ങനെ പറയാനാ. നമ്മുടെ വർഷയുടെയൊക്കെ മുന്നിൽ വെച്ച് ചന്ദ്രമതി അപമാനിതയാകുന്നത് ഓർത്ത് ചന്ദ്രമതി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തലയും കുനിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുക. ഈ തള്ള ഇത് എപ്പോഴാ പോണേന്ന് ആലോചിച്ചുകൊണ്ട്. ചന്ദ്രേ, സ്വത്ത് പണം ഇതൊന്നും വലിയ വിഷയമല്ല. മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം ജീവിക്കാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായില്ലേ, നീ അത് ഓർത്ത് സന്തോഷിക്കണ്ടേ ചന്ദ്രേ. നീ എന്താ ഇങ്ങനെയായി പോയത്? എൻ്റെ മോന് ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായല്ലോ, അത് ഓർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായി എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ അമ്മ ചെയ്ത പുണ്യമേ, അമ്മ ചെയ്ത പുണ്യമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അസുഖമെല്ലാം മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നത് പോലും അമ്മ കാരണമാണ്, അമ്മ ചെയ്ത കർമ്മം കാരണമാണ് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേട്ട് ചന്ദ്രമതി കിറിയങ്കോട്ട് ഇരിപ്പുണ്ട്. നീ അസുഖത്തെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കലേടാ. നല്ല ആരോഗ്യമുള്ള നിനക്ക് എങ്ങനെയാ പെട്ടെന്ന് അസുഖം വന്നേന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെയുള്ള ചിലരൊക്കെ കാരണം തന്നെയാണ് നെഞ്ചുവേദന വന്നത്. അപ്പോഴേക്കും വർഷ ചോദിച്ചു, ഞങ്ങളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അതെ, നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തേ? നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചു, അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ആ ടെൻഷനിലാണ് അച്ഛൻ അസുഖം വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, ഞങ്ങളെ എന്തിനു കുറ്റപ്പെടുത്തുന്നത്? സച്ചേട്ടൻ കാരണമല്ലേ അച്ഛൻ വീണു പോയത്? അപ്പോഴേക്കും സുധിയും ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുക. അത് കറക്റ്റാണെന്നും പറഞ്ഞു. എന്ത് കറക്റ്റ്? അതെ, മൂക്കുറ്റം കുടിച്ചിട്ട് വന്നിട്ട് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മുടെ അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓഹോ, രണ്ടോട്ടക്കാരും എന്നോട് ഒരുമിച്ച് ചേർന്ന് യുദ്ധത്തിന് വന്നിരിക്കുക. അടിച്ചതിൻ്റെ ഒക്കെ പല്ല് ഞാൻ താഴെയിടും എന്ന് പറഞ്ഞു സച്ചി ഒച്ച എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, സച്ചി നിർത്ത. അല്ല അച്ഛമ്മേ, ഇവർ പറഞ്ഞത് കേട്ടില്ലേ? കണ്ടല്ലോ, എല്ലാ പ്രശ്നവും ഇവൻ കാരണം ഉണ്ടാകുന്നത് എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു, നീ വായടക്ക് ചന്ദ്രേ. മക്കളെ നീ വേറെ വേറെ കണ്ണുകൊണ്ട് കണ്ടാണ് വളർത്തിയത്. അവർ വഴക്കടിക്കുന്നതിന് കാരണം നീയാണ്. അതെ, നിങ്ങൾ ജ്യേഷ്ഠനുജന്മാർ തന്നെയല്ലേ. ആ ഒരു സ്നേഹം കുറച്ചെങ്കിലും തമ്മിലൊന്ന് കാണിച്ചൂടെ? അപ്പോഴേക്കും സച്ചി ഇങ്ങനെ പുറൂറുക്കുക, ഇവനെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാണ്. അപ്പോൾ വർഷ പറഞ്ഞു, അച്ഛമ്മേ, ഇവർ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോഴേക്കും ശ്രുതിയും പറഞ്ഞു, അതെ അച്ഛമ്മേ, ദിവസം ഇവൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ രേവതി ചോദിച്ചു, എന്തിനാന്നേ സച്ചേട്ടൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്? മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കണോ? തെറ്റ് കണ്ട സച്ചേട്ടൻ പറയും, അതൊരു തെറ്റാണോ? അതെ, തെറ്റ് കണ്ട പറയാനും വിധിക്കാനും ഒക്കെ ഇയാളാരാ, ജഡ്ജോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ ഞാൻ ജഡ്ജൊന്നുമല്ല, പക്ഷെ നിങ്ങളൊക്കെ പക്ക ക്രിമിനൽസാ. അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു, സച്ചി നിർത്ത്, അടി വേണം നിനക്ക്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നിങ്ങൾ ഒത്തൊരുമയില്ലെങ്കിൽ വീട്ടിൽ വന്നു കയറിയ മരുമക്കൾ ഒത്തൊരുമയോടെ കഴിയോ? എല്ലാവരോടും കൂടി ഞാൻ പറയാം, ഈ വീട്ടിലെ സന്തോഷം കെടുത്തരുത്. ഇത്രയും കാലം രാവും പകലും അധ്വാനിച്ച് ഇപ്പം റിട്ടയർഡ് ചെയ്ത് വിശ്രമ ജീവിതത്തിലായ എൻ്റെ മോൻ, ആ മോനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കണം. എൻ്റെ അപേക്ഷയാണ് നിങ്ങളോട് എന്നൊക്കെ അച്ഛമ്മ ആകെ സങ്കടപ്പെട്ട് കരയുന്നില്ല, സങ്കടപ്പെട്ട് പറയാം. നിങ്ങൾ അവന് വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് സന്തോഷത്തോടെ വഴക്കില്ലാതെ കഴിഞ്ഞാൽ മതി, അവനും സന്തോഷമായിക്കോളും. അച്ഛമ്മയുടെ സങ്കടം കണ്ടിട്ട് രേവതി പറഞ്ഞു, അച്ഛമ്മ വിഷമിക്കാതിരിക്കുക, ചിലപ്പോൾ ഇങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഒത്തൊരുമയോടെയാണ് കഴിയുന്നത്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു, എൻ്റെ രാജകുമാരിയാ മോളെ നീ, എനിക്കറിയാം നീ ഈ കുടുംബത്തെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ദൈവം ഇത്രയും വർഷത്തെ ആയുസ് തന്നു, ഇപ്പോഴും ഞാൻ ആരോഗ്യത്തോടെ തനിയെ കഴിയുന്നു. ഇനിയും കുറച്ച് വർഷം കൂടി ഇരിക്കുന്നാണ് തോന്നുന്നത്. എനിക്ക് നിങ്ങളുടെ പേരക്കുട്ടികളെ ഒന്ന് കാണണം. നിങ്ങളുടെ പേരക്കുട്ടികളെയല്ല, എൻ്റെ പേരക്കുട്ടികളെ. എനിക്ക് നിങ്ങളുടെ മക്കളെ കാണണം, ലാളിക്കണം. 3 പേരും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അച്ചമ്മയ്ക്ക് ഇങ്ങത്താ. അപ്പോഴേക്കും 3 ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ നോക്കുക കേട്ടോ. അതുവരെ ദൈവം എനിക്ക് ആയുസ് തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ടേ അച്ചമ്മ പോവുള്ളൂ. പിന്നെ അത്രയ്ക്ക് ആശയമൊന്നും എനിക്കില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഈ അച്ചമ്മയ്ക്ക് ഇങ്ങത്താ. ഈ പൊങ്കലിനെ, എൻ്റെ പൊന്ന് അച്ചമ്മ, ഈ പൊങ്കലിന് എങ്ങനെയാ പ്രസവിക്കുക? പൊങ്കലിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും ചിരിക്കുക. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എൻ്റെ പൊന്നു സച്ചി, പൊങ്കലിന് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ പോയതാ. അപ്പോഴാ എല്ലാവരും വരണം. ഈ പൊങ്കൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഗ്രാമത്തിലെ നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. എന്താ നിങ്ങൾ വരില്ലേ?
എല്ലാവരും സമ്മതിച്ച് വരാന്ന് രവീന്ദ്രൻ പറഞ്ഞു. അമ്മ പറഞ്ഞ പിന്നെ അതിന് എതിർവാക്കുണ്ടോ? ചന്ദ്രമതിക്ക് മാത്രം ഇഷ്ടമായിട്ടില്ല കേട്ടോ പൊങ്കലിന് ഗ്രാമത്തിലേക്ക് പോകാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, 3 പേര് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ തരണം. ആരാണോ ആദ്യം എനിക്ക് കുഞ്ഞിനെ തരുന്നത് അവർക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, എന്ത് സമ്മാനം? അതെ, എനിക്ക് ഏക്കർ കണക്കിന് സ്വത്തുവകകളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആദ്യം പിറക്കുന്ന കുഞ്ഞിന് ഞാൻ എൻ്റെ സ്വത്തുവകകൾ അങ്ങ് എഴുതി കൊടുക്കും. ഇതാണ് സമ്മാനം. അപ്പോൾ സച്ചി ചോദിച്ചു, അതെന്തിനാ സമ്മാനമായിട്ട് കൊടുക്കുന്നത്? അത് അച്ഛമ്മയുടെ പേരിലിരുന്നാൽ പോരെ? അതെൻ്റെ പേരിലിരുന്നിട്ട് എന്താടാ കാര്യം? അത് തലമുറ കൈമാറി കൊടുക്കേണ്ട സ്വത്തല്ലേ? എന്തായാലും ആദ്യം പിറക്കുന്ന കുഞ്ഞിന് ഞാനത് സമ്മാനമായിട്ട് കൊടുക്കും. അല്ല, 3 പേർക്ക് ഒരേ ദിവസം ഒരേ സമയം കുഞ്ഞ് പറഞ്ഞാൽ എന്ത് ചെയ്യും? 3 പേർക്കുമായിട്ട് ഞാനത് വിരിച്ചു കൊടുക്കും. എന്തായാലും എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാം. എന്തായാലും 3 പേരും ഒരുമിച്ച് പിറക്കാനൊന്നും സാധ്യതയൊന്നുമില്ല. ആർക്കാ കിട്ടുന്നതെന്നൊന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ശ്രുതിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും. ആകെ താല്പര്യം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണ്. അതും വെട്ടി വിഴുങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നത്. ശ്രുതി, നിനക്ക് തന്നെ ആദ്യത്തെ കുഞ്ഞ് പിറക്കണേടാ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. ശ്രുതി തലയാട്ടം ഇപ്പം ശരിയാക്കി തരാം എന്ന രീതിയിൽ ചന്ദ്രമതിയെ നോക്കി. എന്തായാലും നമ്മുടെ അച്ഛമ്മ ഉടനെ കൂടുതൽ ദിവസമൊന്നും അവിടെ നിൽക്കുന്നില്ല. ഉടനെ തന്നെ പോകാനൊക്കെ തയ്യാറാവുകയാണ്. ഈ ചന്ദ്രമതിയാണെ ആ തള്ള എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ചോദിച്ചു, അമ്മ എന്താ അച്ഛമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അയ്യോ അച്ഛമ്മയെ പോവല്ലേ, അമ്മ 3-4 ദിവസം ഇവിടെ കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും പോവാ, രക്ഷപ്പെട്ടു. അതിന് അച്ഛമ്മ ഇവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് പോയേ പോരെ? എന്ത് രസം അച്ഛമ്മ ഇവിടെ ഉള്ളപ്പോൾ. എൻ്റെ പൊന്നു ഓർക്കാൻ ഒരു ദിവസം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പോട്ടെ എൻ്റെ പൊന്നോ. എൻ്റെ പൊന്നെ, എല്ലാവർക്കും മുന്നിൽ വെച്ചല്ലേ എന്നെ പരിഹസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. ശ്രുതി വർഷയൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചല്ലോ, സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്ന കാര്യം അച്ഛമ്മ കേട്ടു കേട്ടോ. അച്ഛമ്മ ചോദിച്ചു, എന്താ ചന്ദ്രൻ നിനക്ക് ഇത്ര സന്തോഷം? സന്തോഷിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? അയ്യോ അങ്ങനെ പറഞ്ഞതല്ല, അമ്മ പോവുക 2-3 ദിവസം ഇവിടെ 2-3 ദിവസം കൂടി ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്രയോ സന്തോഷം എന്ന് പറഞ്ഞതാ. അപ്പോൾ അത് കേട്ട് സച്ചി വന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു, ഞാനിവിടെ താമസിക്കുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതെ അമ്മേ. പിന്നെ സന്തോഷം. നിൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ചന്ദ്രേ. രവീന്ദ്രനും വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എല്ലാവരും ആയി, രേവതി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. അമ്മ ഇന്ന് പോകണ്ടായെന്നും പറഞ്ഞ് രവീന്ദ്രൻ. അപ്പോൾ വർഷയും പറഞ്ഞു, അച്ഛമ്മ പോകണ്ട, അച്ഛമ്മ ഇവിടെ ഉള്ളപ്പോൾ എന്ത് രസമാണ്, അച്ഛമ്മ ഉണ്ടെങ്കിലേ ഇവിടെ ഒരു വൈബുള്ളൂ അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ അച്ഛമ്മയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. നമ്മൾ തമ്മിൽ സെറ്റായി. എനിക്ക് അച്ഛമ്മയോ അമ്മമ്മയോ ആരുമില്ല. എനിക്ക് ഇപ്പോഴാണ് ഒരു അച്ഛമ്മയെ കിട്ടിയത്. അച്ഛമ്മ പോകണ്ട അച്ഛമ്മേ. നമ്മുടെ ചന്ദ്രമതി ഞെട്ടിപ്പോയിട്ടോ. നമുക്കൊപ്പം ഇവിടെ താമസിക്കാം അച്ഛമ്മേ. അയ്യോ വർഷേ, അങ്ങനെയൊന്നും പറയരുത്. അച്ഛമ്മയ്ക്ക് പിടിപ്പത് ജോലിയുണ്ട്, കൃഷിയിടത്തിൽ പണിക്കാരുണ്ട്. അമ്മ അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, കേട്ടല്ലോ അച്ഛമ്മേ, കുറച്ചു മുമ്പ് അച്ഛമ്മ ഇവിടെ താമസിക്കുന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞ ആളാ അച്ഛമ്മയെ പറഞ്ഞു വിടാൻ നോക്കുന്നത്. അതെ ചന്ദ്ര, എനിക്കറിയില്ലേ, ഇവളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണോ? വീണ്ടും പറഞ്ഞു, ഇവിടെ നിൽക്കുക അച്ഛമ്മേ. വേണ്ട മോളെ, നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവിടെ പിടിപ്പതി ജോലിയുണ്ട്, പോയല്ലേ പറ്റുള്ളൂ. ചന്ദ്രമതിക്കാണെ ഭയങ്കര സന്തോഷമായി. സച്ചി പറഞ്ഞു, ഞാൻ കൊണ്ടുവിടാം അച്ഛമ്മേ. പിന്നെ നീ പോടാ, വന്നാൽ എനിക്ക് പോകാനും അറിയാം. നീ എന്നെ കൊണ്ടുവിടുവൊന്നും വേണ്ട. നീ വിളിച്ചിട്ടൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. അച്ഛമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നത്? അതെ, ഇവിടെ നീ ഓടിയാ നിനക്ക് കാശ് കിട്ടും. അച്ഛമ്മയൊക്കെ വലുതാണോ അച്ഛമ്മ എനിക്ക് കാശ്? അച്ഛമ്മയല്ലേ എനിക്ക് കാറ് മേടിച്ചു തന്നത്. അതൊക്കെ ശരിയാ, നിനക്കൊരു 100 കൂട്ടം ചിലവുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നീ സമയം കളയണ്ട. കാർ ഓടണമെങ്കിൽ പെട്രോൾ വേണം, വെള്ളം ഒഴിച്ചോടില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, കാറ് വെള്ളത്തിലോടില്ല അച്ഛമ്മേ, ഇവൻ വെള്ളത്തിലോടും. പെട്ടെന്ന് തന്നെ എല്ലാവരും ചിരിക്കുക കേട്ടോ. അപ്പം അച്ഛമ്മ ചോദിച്ചാൽ എന്താ പറഞ്ഞേ? അച്ഛമ്മ ഒന്നുമില്ല അച്ഛമ്മേ, ഇവൻ ഓട്ടക്കാരനല്ലേ, അതാ കാർ ഓടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ പറയുന്നത്. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ വിഡ്ഢി കുഷ്മാണ്ടമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ശ്രുതിയോട് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട, നീ തന്നെ അങ്ങോട്ട് വെച്ചോ. എന്തായാലും നമ്മുടെ രേവതി എവിടെ? അവളെ കാണുന്നില്ലല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോൾ, രേവതി മുറിയിലുണ്ട്. എന്നാ ഞാൻ അവളെ മുറിയിലൊന്ന് പോയി കണ്ടിട്ട് വരാം. അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ടെൻഷനായിട്ടോ. എന്താ അവളോട് ഇതിന് മാത്രം തനിയെ സംസാരിക്കാനുള്ളത്? അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അവരെന്ത് വേണേലും സംസാരിക്കട്ടെ, നിനക്കെന്താ ചന്ദ്രേ? എന്നാലും ചന്ദ്രമതിക്കൊരു പടച്ചിൽ നെഞ്ചിൽ. എന്താ ഇതിന് മാത്രം പറയാനുള്ളത് എന്ന് രണ്ടും കൂടെ. എന്തായാലും നമ്മുടെ രേവതി അച്ചമ്മയ്ക്ക് പുതയ്ക്കാനൊക്കെ ആയിട്ട് പുതപ്പൊക്കെ എടുക്കുകയാണ്. വണ്ടിയിൽ പോവാണല്ലോ, ഒരു ചെറിയൊരു ടർക്കി പോലത്തേക്ക് എടുക്കുക. വണ്ടിയിൽ പോകുമ്പോൾ തണുപ്പും കാറ്റും അടിക്കരുതല്ലോ. ബസ്സിനാ പോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. കാറ്റടിക്കുമ്പോൾ തണുക്കും, പുതയ്ക്കാൻ ഇത് വെച്ചോ.
അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. സച്ചിക്ക് കുറേ കടമുണ്ടല്ലേ, ജോലി ചെയ്താൽ കിട്ടുന്ന കാശൊന്നും തികയുന്നില്ലേ അവന്? അതെന്താ അച്ഛമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ സ്വർണ്ണമൊക്കെ എവിടെ? ആ സ്വർണ്ണമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും അതൊക്കെ സുരക്ഷിതമായിട്ട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക അച്ഛമ്മേ. അയ്യോ, ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. നിന്നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. സ്വർണത്തിൻ്റെ താലിമാല വരെ ഊരി വെച്ച് സുരക്ഷിതമായിട്ട് വെച്ചേക്കും അല്ലേ? മഞ്ഞച്ചരട് കെട്ടിയിട്ട് എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ സച്ചി സ്വർണ്ണം പണയം വെച്ചോ അതോ വിറ്റോ? അവന് കടമുണ്ടോ? അതോ ആശുപത്രിയിൽ ചിലവായതാണോ? അവൻ എന്നോട് ഒന്നും പറയത്തില്ല. നീ എങ്കിലും പറ. കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? കടം വാങ്ങിയിട്ടാണോ സച്ചി കടമൊക്കെ സച്ചി നിന്റെ കടമൊക്കെ തീർക്കാനാണോ ഇതുകൊണ്ടായി പണയം വെച്ചത്? അപ്പം സച്ചിയായിട്ട് എൻ്റെ സ്വർണം വാങ്ങിച്ചിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എവിടെ പോയി നിന്റെ സ്വർണം? അത് ഇവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തതാ. എന്തിനാ? എന്തിനാ നിന്റെ സ്വർണം അവൾക്ക് നീ കൊടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛമ്മ ദേഷ്യപ്പെടുകയാണ്. അവസാനം നമ്മുടെ രേവതിക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരിക. തൻ്റെ അച്ഛനെ അപമാനിച്ചു, ഇല്ലായിരുന്നെങ്കിൽ താൻ ഒന്നും അങ്ങനെ ഒന്നും പറയുകയോ ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. ആഹാ, അവൾ അത്രയ്ക്കായോ? അവളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പം വേണ്ട അച്ഛമ്മേ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അച്ഛമ്മേ. അമ്മയോട് ചോദിക്കുകയൊന്നും വേണ്ട, വെറുതെ ഒരു പ്രശ്നമാക്കി മാറ്റണ്ട. അച്ഛമ്മ കൊല്ലി തുള്ളി നിൽക്കുക കേട്ടോ. ഇതാ ഞാൻ അച്ഛമ്മയോട് പറയാതിരുന്നത്. വേണ്ട അച്ഛമ്മേ, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. അച്ഛനും സങ്കടം വരും. ഞാൻ വേണ്ട രീതിയിൽ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പ്ലീസ് അച്ഛമ്മ, ഒരു പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാവരുത്. അത് അച്ഛന് സങ്കടമാകും. അപ്പോൾ നീ പാവമായോണ്ടല്ലേ അവൾ നിൻ്റെ തലയിൽ കയറി ഇതിൽ നിന്ന് നിരങ്ങുന്നത് അല്ലേ? നീ പറഞ്ഞത് ശരിയാ. രവി വിഷമിപ്പിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. തൽക്കാലം ഞാൻ അതുകൊണ്ടൊന്നും ചോദിക്കുന്നൊന്നുമില്ല. പക്ഷെ പൊങ്കൽ അവൾ വീട്ടിൽ വരുമല്ലോ, അന്ന് അവളെ ഞാൻ വെറുതെ വിടത്തില്ല. നോക്കിക്കോ. അല്ല, നിന്നോട് അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചി കൈയും കെട്ടി നോക്കി നിന്നോ? ഇല്ല അച്ഛമ്മേ, പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അച്ഛമ്മ സച്ചി സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക. ഒന്നും ചോദിക്കണ്ട അച്ഛമ്മേ. സച്ചി. അപ്പോൾ സച്ചി താഴെ നിന്ന് വിളി കേൾക്കുക കേട്ടോ. മുറിയിലേക്ക് വാ. ആ മുറിയിലേക്ക് സച്ചി കയറിപ്പോയി. ഇതാ വരുന്നു എന്നും പറഞ്ഞ്. ഇതിന് മാത്രം അവരോട് രണ്ടുപേരോടും മാത്രമായിട്ട് എന്താ സംസാരിക്കാനുള്ളത് അമ്മയ്ക്ക് എന്ന് ചന്ദ്രമതി സുധിയോട് ചോദിക്കുക. അതെ, ആദ്യം പിറക്കുന്ന കൊച്ചിന് സ്വത്ത് നൽകുന്ന അച്ഛമ്മ പറഞ്ഞായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ആയിരിക്കും സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും സ്വത്ത് നിങ്ങൾ കൈക്കലാക്കണം എന്നും പറഞ്ഞ് ക്ലാസ് എടുക്കുമായിരിക്കും. എന്ത് ക്ലാസ് എടുത്താലും വേണ്ടില്ല, നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നും പറഞ്ഞ് ചന്ദ്ര. അവസാനം രവീന്ദ്രനാകെ നാണക്കേട് തോന്നി രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കാവോ രണ്ടും കൂടെ. അച്ഛമ്മ എന്തിനാ എന്നെ വിളിച്ചേന്നും ചോദിച്ച് സച്ചി വലിയ കാര്യത്തിൽ അങ്ങ് ചെന്ന് കീറിക്കൊടുത്തതാണ്. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പോതീരെ കിട്ടി. എടാന്നും പറഞ്ഞിട്ട് തല്ലി തല്ലി ശരിയാക്കാട്ടോ. തല്ലും മാത്രം ഞാൻ എന്തോ ചെയ്തേ എന്ന് ചോദിച്ചു സച്ചി. രേവതിയും പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പറ അച്ഛമ്മേ, ഞാൻ എന്താ ചെയ്തേ? രേവതി, നീ എന്നെക്കുറിച്ച് ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? രേവതി പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തിനാണ് അവളെ നോക്കി പഠിപ്പിക്കുന്നത്? ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് ഇവള്. ഇവളുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ നോക്ക്. അതൊന്നും ഞാൻ ഊരി വാങ്ങിച്ചതല്ല. നിങ്ങളുടെ മരുമോള് പ്രശ്നം ഉണ്ടാക്കി ഇവളതൊക്കെ ഊരി അവർക്ക് കൊടുത്തു. ഇത് പറയേണ്ടതൊക്കെ ഇവള് തന്നെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നെന്നറിയാമോ ഇവളുടെ പെർഫോമൻസ്? അമ്മയാകെ ഷോക്കായിപ്പോയി. എന്തായാലും ഇവള് സ്വർണ്ണം ഊരി അങ്ങ് കൊടുത്തു. ഇവളുടെ സങ്കടത്തിന് പകരം സ്വർണത്തിൻ്റെ ഒരു താലിമാലെങ്കിലും മേടിച്ച് നീ ഇവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തോ? വാങ്ങിക്കൊടുക്ക അച്ഛമ്മേ. ഇപ്പം കയ്യിൽ കാശില്ല. കാശ് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. കാശില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കണ്ടേ? ഞാൻ കാശ് തരില്ലേ? നീ ഒരു താലിമാല മേടിച്ച് ഇവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. ഇന്ന് തന്നെ കെട്ടിക്കൊടുക്കുക. വേണ്ട അച്ഛമ്മേ. അപ്പോഴേക്കും രേവതിയും പറഞ്ഞു, വേണ്ട അച്ഛമ്മേ, ഞാനേ സച്ചേട്ടൻ മേടിച്ച് തന്നിട്ടേ ഇനി അത് കഴുത്തിലിടുകയുള്ളൂ. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞ സച്ചേട്ടൻ അധ്വാനിച്ച കാശ് കൊണ്ട് അത് വാങ്ങിക്കുമെന്ന്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ശരിയാ, രേവതി ശപഥം ചെയ്തതാ. ശപഥം ചെയ്തതിന് മുന്നേ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു, രേവതിയെ നീ നന്നായിട്ട് നോക്കണം. ചന്ദ്രയ്ക്ക് ഇവളെ കണ്ണിന് കാണാൻ പാടില്ല. മാനസികമായിട്ട് ദ്രോഹിക്കുക അവൾ എൻ്റെ കുഞ്ഞിനെ. ഇപ്പം 2 മരുമക്കൾ വീട്ടിൽ വന്നു. 2 പേരും പണക്കാരികൾ. അവരെ നിൻ്റെ അമ്മ തലേ വെച്ചുകൊണ്ട് നടക്കുക. രേവതിയെ പെടാപ്പാട് പെടുത്തുന്നു. ഓരോന്ന് പറഞ്ഞ് ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കുക. അതിന് നീ ഇട കൊടുത്തേക്കരുത് കേട്ടോ. നിന്റെ അമ്മയും 2 മരുമക്കളും ചേർന്ന് രേവതി ഇവിടുത്തെ വേലക്കാരിയാക്കി മാറ്റാണ്. അത് നീ സമ്മതിച്ചു കൊടുക്കരുത്. അത് ഇവളോട് പറയാ അച്ഛമ്മേ. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതെ, അവരെപ്പോലെ തന്നെയാ നീയും. ആർക്കും താഴെയല്ല രേവതി നിന്റെ സ്ഥാനം. സച്ചി, രേവതിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. നിന്റെ അമ്മ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല, മനസമാധാനം കൊടുത്തിട്ടില്ല. പക്ഷെ രേവതി അങ്ങനെയല്ല. രേവതി നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലേ? ഇവള് നിന്നെ കാണുന്നത് പോലെ തന്നെ നീ അവളെയും കാണണം. ആഹാ, അപ്പം ഞാൻ ഇവളെ സ്നേഹിക്കുന്നില്ല, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ അമ്മ പറയുന്നത്?
അച്ചമ്മ പറയുന്നത് അങ്ങനെയല്ല, കുറച്ചുകൂടെ കരുതൽ വേണം. നിന്റെ അമ്മയ്ക്ക് തട്ടിക്കളിക്കാനായിട്ട് രേവതി ഇട്ട് കൊടുക്കരുത്. നീ എൻ്റെ രേവതിയെ രാജകുമാരി പോലെ നോക്കണം. ഓംബ്രാ ശരി മഹാറാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി, എടാ തമാശയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയണം, എനിക്കത് മതി. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, അച്ചമ്മ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ജീവിക്കും, പോരെ? അല്ല അച്ചമ്മ എന്തിനാ ഇന്ന് പോണത്? വല്ല മാറ്റം ഉണ്ടോ? പോകുന്നുണ്ടോ? അപ്പം ഇന്ന് പോയേ പറ്റുള്ളൂ, എന്നാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം, വാ. അങ്ങനെ സച്ചി അച്ചമ്മയും രേവതിയും കൂടെ താഴേക്ക് ഇറങ്ങി പോവുക. ചന്ദ്രമതിയാണ് കൂട്ടിലിട്ട വരികനെ പോലെ അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ, അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കുന്നു. മുഖത്തെ ആ ടെൻഷനൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവരിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയുടെ ടെൻഷൻ കണ്ടിട്ട്, ഇതെന്താ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഡോക്ടറെ കാത്തു നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? അല്ല കുറേ നേരമായല്ലോ നിങ്ങൾ സംസാരിക്കാൻ പോയിട്ട്, എന്താ ഇതിന് മാത്രം വലിയ രഹസ്യം? ആ രഹസ്യമുണ്ട്, അത് നിന്നോട് പറയാനേ മനസ്സില്ല. പറഞ്ഞില്ലെങ്കിൽ എന്താ, നീ ഞങ്ങൾ വിഴുങ്ങുമോ? നീ ജോലി നോക്ക് ചന്ദ്രേ. മോനെ രവി നീ ഇങ്ങ് വന്നേ, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി അമ്മേ. എന്നിട്ട് ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞു അച്ചമ്മയുടെ അനുഗ്രഹം ആശീർവാദം മേടിക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞ് വന്നവരല്ലേ അവർ. അപ്പം ആ അച്ചമ്മയുടെ ആശീർവാദം മേടിക്കാനായിട്ട് അങ്ങനെ അച്ചമ്മ ബാഗിൽ നിന്ന് എന്തോ സാധനം എടുക്കുക കേട്ടോ, വല്ല ചന്ദനോ വല്ല ആയിരിക്കും ആശീർവദിക്കാനായിട്ട് എന്ന് സുധി ഇങ്ങനെ ഓർക്കുക. പക്ഷേ അത് പൈസയോ പൈസയോ അയ്യോ എന്നും പറഞ്ഞു. പൈസ കണ്ടാൽ സുധിക്ക് ഭ്രാന്താണ്. എത്തി നോക്കിക്കൊണ്ടിരിക്കുവാണ് പൈസ മൊത്തം. എന്തിനാ അച്ഛമ്മേ കാശ് തരുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ആശീർവാദം വാങ്ങിക്കുമ്പോൾ കാശ് കൊടുക്കണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ അതെ അങ്ങനെ അതിൻ്റെ രീതി. ശ്രുതി വാ നമുക്കും ആശീർവാദം മേടിക്കാം. അച്ഛമ്മേ അവൻ കാശിന് വേണ്ടിയാ ആശീർവാദം മേടിക്കാൻ വന്നതേ, അല്ല അച്ഛമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അച്ഛമ്മ രണ്ടുപേർക്കും കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു അച്ഛമ്മയുടെ ആശീർവാദം നമുക്ക് എപ്പോഴും ഉണ്ട്, നമുക്കിനി പ്രത്യേക ആശീർവാദത്തിൻ്റെ ആവശ്യമില്ല അല്ലേ രേവതി? അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയാണ്, വീടിൻ്റെ വെളിച്ചമാകാൻ നോക്കണം. ഒരു മരുമകൾ എങ്ങനെയായിരിക്കണമെന്ന് നീ നിൻ്റെ അമ്മായിയമ്മയെ കണ്ട് ഒരിക്കലും പഠിക്കരുത്. അവളെപ്പോലെ ആയാലേ ആ വീട് അധോഗതിയാകും. നീ രേവതിയെ കണ്ടു വേണം പഠിക്കാനായിട്ട്. അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്കും ബാക്കിയുള്ളവർക്കും. എന്തായാലും നമ്മുടെ സച്ചി അഭിമാനത്തോടു കൂടെ തൻ്റെ ഭാര്യയെ നോക്കി കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ ചാനലാണ്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സിയോഗി, താങ്ക് യു.